ഹലോ, നമ്മൾ SSCയുടെ പുതിയ പാറ്റേൺ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് നമുക്ക് പല സൈസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. അതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്ത് വരുന്നത് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ചെയ്തു വരുമ്പോൾ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞപ്പോഴാണ് അത് മനസ്സിലാക്കി. അത് ഞാൻ നിങ്ങളിലേക്ക് കൂടെ എത്തിക്കാം. നമ്മൾ ഇംപ്ലിസിറ്റ്, എക്സ്പ്ലിസിറ്റ് ഇങ്ങനത്തെ കാര്യങ്ങൾ, സ്റ്റേറ്റ്മെൻറ്റ് ഇംപ്ലിസിറ്റ് ആണ്, അതുപോലെ തന്നെ എക്സ്പ്ലിസിറ്റ് ആണ് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. മിക്കവരും ചെയ്യുന്നുണ്ടാകും, മിക്കവരും ആ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ടാകും. അതിൻ്റെ അകത്തൊരു ചെറിയ തെറ്റിദ്ധാരണ ഒത്തിരിയും പേർക്കുണ്ട്. ഒത്തിരിയും പേർ ഒരു തെറ്റിദ്ധാരണയാണ്. ഇംപ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ നിന്നും മനസ്സിലാവുന്നത്. എക്സ്പ്ലിസിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? അതിൽ നിന്നും മനസ്സിലാവാത്തത്. ഇങ്ങനെയാണ് മിക്കവരും കൺസിഡർ ചെയ്തേക്കുന്നത്. മിക്കവരും ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്. ആരും ഇതുവരെ ഗൂഗിൾ ചെയ്തിട്ടോ അല്ലെ എന്താണ് ഈ ഇംപ്ലിസിറ്റ്, എക്സ്പ്ലിസിറ്റ് എന്ന് കണ്ടു നോക്കിയിട്ടില്ല. കാരണം എന്താ? ക്വസ്റ്റ്യൻസ് കുറവായിരുന്നു. പക്ഷേ ഇനിയും ക്വസ്റ്റ്യൻസ് കൂടുതലാണ്. സോ നിങ്ങൾക്ക് ആ തെറ്റ് വരാതിരിക്കാനാണ് ഈ പറഞ്ഞിരുന്നത്. എന്താണ് ഇംപ്ലിസിറ്റ്, എന്താണ് എക്സ്പ്ലിസിറ്റ് സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടുപോകണം. ചെറിയൊരു വീഡിയോ പെട്ടെന്ന് കണ്ടെത്താം. ഇംപ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ സജസ്റ്റഡ് ത്രൂ ദോ നോട്ട് ഡയറക്ട്ലി എക്സ്പ്രസ്ഡ്. ഇംപ്ലിസിറ്റിന് ഒറ്റ മീനിങ് ഉള്ളൂ, സജസ്റ്റഡ്. അതിൻ്റെ അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്, പക്ഷേ അത് ഡയറക്ട്ലി എക്സ്പ്രസ് ചെയ്തില്ല. അനുമാനിക്കണം. നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് അനുമാനിക്കുന്ന കാര്യങ്ങളെയാണ് ഇംപ്ലിസിറ്റ് ചെയ്തെടുക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇംപ്ലിസിറ്റ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റിൽ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞില്ല, പക്ഷേ അതിൽ നമ്മൾ അനുമാനിച്ചതെന്ന് വെച്ചാൽ നമ്മൾ ഇൻഫർ ചെയ്ത് എടുക്കുന്നു. ഓക്കെ, എക്സ്പ്ലിസിറ്റ് സ്റ്റേറ്റഡ് ക്ലിയർലി ആൻഡ് ഇൻ ഡീറ്റെയിൽ, ലീവിംഗ് നോ റൂം ഫോർ കൺഫ്യൂഷൻ ഓർ ഡൗട്ട്. എക്സ്പ്ലിസിറ്റിന്റെ മീനിങ് എന്താണ്? അത് അതിൽ നിന്ന് മനസ്സിലാവുന്നില്ല എന്നല്ല. എന്താണ്? ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന, ഒരു ഡൗട്ടും നമുക്ക് വരാത്ത രീതിയിൽ സ്റ്റേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു കാര്യമാണ് ആ സ്റ്റേറ്റ്മെന്റ്സിനാണ് എക്സ്പ്ലിസിറ്റ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, മിക്ക കൂട്ടുകാർക്കും ഇതിൻ്റെ അകത്ത് ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവാം. കാരണം മിക്കവരും എക്സ്പ്ലിസിറ്റിന് എന്താണ് അത് മനസ്സിലാവാത്തത് അങ്ങനെയാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. അങ്ങനെയല്ല. എന്താണ് ഇതിന്റെ മീനിങ്? സ്റ്റേറ്റഡ് ക്ലിയർലി ആൻഡ് ഇൻ ഡീറ്റെയിൽ, നോട്ട് ലീവിങ് എനി സ്പേസ് ഫോർ കൺഫ്യൂഷൻ ഒരു സ്പേസും ഇല്ലാതെ തരുന്നതിനാണ് എക്സ്പ്ലിസിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഇംപ്ലിസിറ്റ് ഒന്ന് നന്നായിട്ട് നോക്കാം. എന്താണ് പറയുന്നത്? ഇംപ്ലിസിറ്റ് റീസണിംഗ് ക്വസ്റ്റ്യൻസിൻ്റെ അകത്ത് വരുന്ന സാധനം, ദീസ് റിക്വയർ ദ റീഡർ ഓർ പ്രോബ്ലം സോൾവർ ടു ഇൻഫർ, ഡെഡ്യൂസ് ഓർ റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ്. ഇതെന്താണ്? നമ്മൾ അസംഷന്റെ കേസ് പറഞ്ഞില്ലേ? അസംഷന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്താണോ ആ സ്റ്റേറ്റ്മെന്റ് തന്നേക്കുന്നത്, ആ സ്റ്റേറ്റ്മെന്റിന്റെ ഉള്ളിലെ ഉള്ളടക്കം നമ്മൾ വായിച്ച് അനുമാനിച്ചെടുക്കണം. എന്ന് വെച്ചാൽ ഇവർ ഈ സ്റ്റേറ്റ്മെന്റ് വെച്ച് എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇവർ നേരെ പറയില്ല. ഓക്കെ, ഇങ്ങനെ പറയും. നമ്മളൊരു കല്ല് എറിഞ്ഞു, താഴെ വീഴുന്ന സൗണ്ട്, രണ്ട് സാധനം താഴെ വീഴുന്ന സൗണ്ട് കിട്ടും. അപ്പോൾ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? ഒന്ന് വീണത് കല്ലാണ്, രണ്ടാമത് വീണത് എന്താണ്? നമ്മൾ എന്തിനാണോ എറിഞ്ഞാൽ മേ ബി അതായിരിക്കും വീണത്, അതാണ് വീണതെന്ന് നമ്മൾ അങ്ങ് അനുമാനിച്ചെടുക്കും. അല്ലെങ്കിൽ എന്തോ രണ്ട് സാധനം താഴെ വീണു, അതൊന്ന് കല്ലാണ്, ഒന്ന് വേറെന്തോ വീണിട്ടുണ്ട് കല്ലെറിഞ്ഞപ്പോൾ. ഇങ്ങനെ അനുമാനിച്ചെടുക്കുന്നതിനെയാണ് നമ്മൾ എന്താണ് ഇംപ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ. അനുമാനിച്ചെടുക്കും. പറയുന്ന സെന്റൻസിൽ നിന്ന് അനുമാനിച്ചാണ് എടുക്കുന്നതിൽ അതിനെ ഇംപ്ലിസിറ്റ് എന്ന് പറയും. ഓക്കെ അല്ലേ? പർപ്പസ് ടു ആക്സസ് ക്രിട്ടിക്കൽ തിങ്കിങ്, ഇൻഫറൻസ് ആൻഡ് ഇന്റർപ്രിറ്റേഷൻ. എന്താണ്? അനുമാനം വേണം, അതുപോലെ ക്രിട്ടിക്കൽ തിങ്കിങ് നമ്മൾ ചിന്തിക്കണം, അതുപോലെ തന്നെ ഇന്റർപ്രിറ്റേഷൻ. നമ്മൾ ആ സിനാരിയോ ഇന്റർപ്രറ്റ് ചെയ്യണം. നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ റീഡർ അല്ല റൈറ്റർ എന്താണോ ഉദ്ദേശിച്ചത്, അല്ലെ ആ എന്താണ് ആക്ഷൻ ചെയ്യുന്ന ആൾ എന്താണോ അനുമാനിച്ചത്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഇന്റർപ്രറ്റ് ചെയ്തത് നമ്മൾ മനസ്സിലാക്കി എടുക്കണം. ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനാണ് ഇംപ്ലിസിറ്റ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ക്യാരക്ടേഴ്സ് എന്താണെന്ന് നോക്കാം. ആൻസേഴ്സ് ആർ നോട്ട് ഡയറക്ട്ലി സ്റ്റേറ്റ്. ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല. പിന്നെ എന്താണ്? റിക്വയർ ഇൻഫറൻസ് ഫ്രം കോണ്ടെക്സ്റ്റ്. ആ കോണ്ടെക്സ്റ്റ് ടോട്ടലായിട്ട് വായിച്ചാൽ, ആ കഥ അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ മൊത്തമായിട്ട് വായിച്ചാൽ മാത്രമേ നമുക്ക് എന്താണ് ആ റൈറ്റർ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് വെച്ച് എന്താണ് ഉദ്ദേശിച്ചത് വെച്ചാൽ കോണ്ടെക്സ്റ്റ് മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കണം. പിന്നെ എന്താ? മേ ഇൻവോൾവ് ഇന്റർപ്രറ്റിംഗ് ടോൺ, മോട്ടീവ് ഓർ അണ്ടർലൈൻ മീനിങ്. ഇതിൻ്റെ അകത്ത് പല കാര്യങ്ങളുണ്ട്. ഈ ഇങ്ങനെ ഇന്റർപ്രിറ്റേഷൻ എന്താണ് പ്രശ്നം? നമ്മൾ മനസ്സിലാക്കുന്ന പറയുന്ന കാര്യം ആയിരിക്കത്തില്ല ചിലപ്പോൾ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത്. അങ്ങനെ ചെറിയ വിഷയം. അപ്പോൾ കറക്റ്റായിട്ട് ടോൺ വേണം, മോട്ടീവ് വേണം, സിനാരിയോ വേണം. അതിൻ്റെ അകത്തെ ആ സിനാരിയോ കാര്യങ്ങളെല്ലാം പറയുമ്പം അണ്ടർലൈൻ മീനിങ് നമുക്ക് മനസ്സിലാവണം. എന്ന് വെച്ചാൽ എടാ നമ്മളിങ്ങനെ തമാശ പറഞ്ഞല്ലേ, കളിച്ച് ചിരിച്ച് കൂട്ടുകാരോടൊക്കെ ഇരിക്കും, നിന്നെ ഞാൻ കൊല്ലും കേട്ടോ എന്ന് പറഞ്ഞാൽ ആളെ കൊല്ലുമെന്നാണോ? അല്ല, നമ്മളതൊരു തമാശ രൂപേണ പറയുന്നല്ലേ. അത് നമുക്ക് മനസ്സിലാക്കാനുള്ള ആ കഴിവ്, ആ എന്താണോ പറഞ്ഞതെന്ന് അനുമാനിക്കാനുള്ളൊരു കഴിവ് വേണം. ഓക്കെ അല്ലേ? എക്സാമ്പിൾ നമുക്ക് നോക്കാം. If a shop lowers price every Friday and you notice price dropped today, what day is it likely to be? എന്താണ് പറയുന്നത്? എല്ലാ വെള്ളിയാഴ്ചയും ഒരു കട പ്രൈസ് ഡ്രോപ്പ് ചെയ്യുമെന്നറിയാം. നമ്മൾ ഒരു കടയുണ്ട്, മിക്കവാറും നമുക്കറിയാം പല ഷോപ്പുകളിൽ പല ബ്രാൻഡുകളും ഒരു ദിവസം, വീക്കിലെ ഏതെങ്കിലും ഒരു ദിവസം എന്ന് പറയും, ഇന്ന് ഓഫാണ്, ഇന്ന് റേറ്റ് കുറവാണെന്ന് പറഞ്ഞു വെക്കും, അല്ലെ 50% ഓഫ്, അല്ലെ 25% ഓഫ് എന്ന് പറഞ്ഞു വെക്കും. അപ്പം നമ്മളോട് എന്താ പറഞ്ഞത്? ഒരു ദിവസം ഇങ്ങനെ പോയപ്പോൾ നമുക്ക് ഡേ അറിയത്തില്ല,
ഇപ്പോൾ 25% ഇന്ന് ആ കടയിൽ 25% ഓഫ് എന്ന് എഴുതി വെക്കുക. അപ്പോൾ നമ്മൾ ഏത് ഡേ ആണ് നമ്മൾ അനുമാനിച്ച് മനസ്സിലാവും. ഓക്കെ 25% ഓഫ് ഉണ്ടെങ്കിൽ ഇന്ന ദിവസമാണ്. അപ്പം നമുക്ക് അങ്ങനെ മനസ്സിലാക്കിക്കൂടെ ആ കടയിൽ എന്താണ് നമ്മൾ കറക്റ്റായിട്ട് തന്നിട്ടുണ്ടോ? ഇല്ല. നമ്മളോട് പറയുന്നത് ഇത്രേ ഉള്ളൂ, എല്ലാ വെള്ളിയാഴ്ചയാണ് ആ കടയിൽ ഓഫ് ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ദിവസം ഇങ്ങനെ പോയപ്പോൾ ആ കടയുടെ ഫ്രണ്ടിൽ ഓഫ് എന്ന് എഴുതി വെച്ചു, 50% ഓഫ് എന്ന് എഴുതി വെച്ചു. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കും ഇന്ന് വെള്ളിയാഴ്ചയാണെന്ന് മനസ്സിലാക്കാം. അത് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടോ? ഇല്ല. പക്ഷെ നമ്മൾ ഇൻഫർ ചെയ്തതാണ്. മനസ്സിലായില്ലേ? ഇതാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ വേറൊരു എക്സാമ്പിൾ നോക്ക്. സ്റ്റുഡന്റ് വാക്ട് ഇൻ ദ ക്ലാസ് റൂം വിത്ത് എ ലാർജ് അംബ്രല്ല, വെറ്റ് റെയിൻകോട്ട് ആൻഡ് എ പഡിൽ ഫ്രം ഹെർ ഫീറ്റ്. വാട്ട് ക്യാൻ യു ഇൻഫർ അബൌട്ട് ദ വെദർ ഔട്ട്സൈഡ്? എന്താണ് നമുക്ക് മനസ്സിലാകുന്നത്? ഒരു കുട്ടികൾ ക്ലാസ്സിലേക്ക് വരുമ്പോൾ മിക്കവാറും കൈ വലിയ കുടയുണ്ട്, അതുപോലെ തന്നെ റെയിൻകോട്ട് മൊത്തം നനഞ്ഞിരിക്കുകയാണ്, മേത്ത് മൊത്തം വെള്ളമുണ്ട്, അതുപോലെ തന്നെ കാലിലെ ഷൂസിൽ നിന്നല്ല ചെരുപ്പിൽ നിന്ന് മണ്ണ് വീഴുന്നുണ്ട്. ചെളിമണ്ണ്, ചള്ള നിറഞ്ഞ മണ്ണ് വീഴുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് പുറത്തെ ക്ലൈമറ്റ് എന്താണ്? റെയിനിയാന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ? റെയിനിയാന്ന് മനസ്സിലാക്കാം. അത് റെയിനി എന്ന് കറക്റ്റായിട്ട് പറഞ്ഞില്ല, കുറച്ച് ഒരു സിനാരിയോ അല്ല കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തരുവാണ്. അതിൽ നിന്ന് നമ്മൾ ഇൻഫർ ചെയ്തെടുക്കുന്നതാണ്. എന്ന് വെച്ചാൽ നമ്മൾ അനുമാനിച്ച് അല്ലെ മനസ്സിലാക്കി എടുക്കുന്നതാണ് പുറത്ത് മഴ പെയ്യുകയാണ്. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ്, ഇതിനെയാണ് ഇംപ്ലിസിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി എക്സ്പ്ലിസിറ്റ് എന്താന്ന് നോക്കുക. എക്സ്പ്ലിസിറ്റ് പർപ്പസ് എന്താണ്? ടു ആക്സസ് കോംപ്രിഹെൻഷൻ, ഒബ്സർവേഷൻ ആൻഡ് ഫാക്ച്വൽ റീകോൾ. എന്ന് വെച്ചാൽ എന്താണ്? വായിക്കുക, അതുപോലെ തന്നെ മനസ്സിലാക്കുക, പറഞ്ഞേക്കുന്ന കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കുക, അതിൽ നിന്ന് ഫാക്ച്വൽ റീകോൾ കറക്റ്റായിട്ട് അത് വായിച്ച് ഒബ്സർവ് ചെയ്ത് അല്ലെങ്കിൽ വായിച്ച് അതിൻ്റെ അകത്തെ മീനിങ് കറക്റ്റായിട്ട് എടുക്കുക. പക്ഷെ എന്താണോ പറഞ്ഞേക്കുന്നത്, ആ എഴുതി വെച്ചേക്കുന്ന കാര്യം എന്താണോ അതാണ്. അത്രേ ഉള്ളൂ. വേറെ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് കണ്ടുപിടിച്ച് അല്ല ആലോചിച്ച് മനസ്സിലാക്കി ആ എഴുതി വെച്ചേക്കുന്ന കാര്യം വായിച്ച് നമുക്ക് മനസ്സിലാക്കുക. അത്രേ ഉള്ളൂ. നമുക്കൊരു വലിയ പാരാജമ്പിളൊക്കെ തന്നെ അല്ലെങ്കിൽ വലിയ സെന്റൻസുകൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ ഇംഗ്ലീഷിൽ. എന്താണ് ആ ക്വസ്റ്റ്യൻ? അതിന് നമ്മൾ വേറെ ഒന്നും വായിച്ച് പുറത്തെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കണ്ട, ഒന്നും മനസ്സിലാക്കില്ല. ഈ വലിയ സെന്റൻസ് ഒക്കെ തരുമ്പോൾ എന്താണ് നമ്മളൊരു റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞ് തരുമ്പോൾ എന്താണ് നമ്മളത് വായിക്കുക, ആ കഥ അല്ലെങ്കിൽ അതിനകത്ത് പറഞ്ഞേക്കുന്ന ആർട്ടിക്കിൾ എന്താണോ അതിന്റെ മീനിങ് നമ്മൾ മനസ്സിലാക്കി എടുക്കുക. അതിനകത്ത് വേറെ ഒന്നും ചെയ്യുക. ഇതേ സാധനമാണ് ഈ എക്സ്പ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നത്. എന്ന് വെച്ചാൽ വായിച്ചിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കി എടുക്കുക. ഓക്കെ അല്ലെ? ക്യാരക്ടേഴ്സ് ആൻസേഴ്സ് ആർ ക്ലിയർലി സ്റ്റേറ്റ്. കറക്റ്റ് ആയിട്ട് ചോദ്യത്തിനുള്ള കറക്റ്റ് ഉത്തരം അതിൻ്റെ തന്നെ ഉണ്ടാവും. നോ ഇൻഫറൻസ് നീഡ്. വേറെ പുറത്തുനിന്നും അനുമാനിച്ചല്ലേ നമ്മൾ പുറത്തേക്ക് ആലോചിച്ച് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം. ഓഫൺ ബേസ്ഡ് ഓൺ സർഫസ് ലെവൽ റീഡിങ്. ജസ്റ്റ് ആ എഴുതിയേക്കുന്ന സാധനം ഒന്ന് വായിച്ചാൽ എന്താണ് കാര്യം നമുക്ക് മനസ്സിലാവും. ഓക്കെ അല്ലേ? എക്സാമ്പിൾ നോക്കാം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ് ഇൻ ദ ഇക്വേഷൻ എക്സ് പ്ലസ് 3 = 7? നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നു, എക്സ് പ്ലസ് 3 = 7 എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ തന്നു. ഇതിൻ്റെ അകത്ത് വേറെ ഒന്നും നമുക്ക് ചെയ്യില്ല. എക്സിന്റെ വാല്യൂ എക്സ് = 7 - 3 4 എന്ന് പറഞ്ഞ ഉത്തരം കിട്ടും. അതിൽ നിന്ന് തന്നെ ആ സർഫസ് റീഡിങ്ങിൽ നിന്ന് നമുക്ക് ആ ജസ്റ്റ് വായിച്ച കാര്യം എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാവും. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് മനസ്സിലായി. എക്സിന്റെ വാല്യൂ നമുക്ക് 4 എന്ന് പറഞ്ഞ് കിട്ടി. ഓക്കെ അല്ലേ? പിന്നെ എന്താണ് വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ഹേർട്ട്? പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ഹേർട്ട് എന്ന് വെച്ചാൽ നമ്മൾ അനുമാനിച്ച് കണ്ടുപിടിക്കണോ? വേണം. നമുക്കറിയാം ടു പമ്പ് ബ്ലഡ്. ഉത്തരം ഡയറക്റ്റ് ആണ്. ഒരു ചോദ്യം ചോദിച്ചു, എന്താ ചോദിച്ചത്? ഹേർട്ടിന്റെ ഫംഗ്ഷൻ എന്താണ്? പമ്പ് ബ്ലഡ്. നേരെ ഉത്തരം പറഞ്ഞു. ഇതിനെയാണ് എക്സ്പ്ലിസിറ്റ് എന്ന് പറയുന്നത്. കൺഫ്യൂഷൻ ഉള്ള ഉണ്ടായിരുന്ന കൂട്ടുകാരുണ്ടാവും. സോ നിങ്ങളെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. ജസ്റ്റ് പറയുക, ഇങ്ങനെയാണ് ഇംപ്ലിസിറ്റ് എക്സ്പ്ലിസിറ്റിന്റെ മീനിങ് ഇതാണ്, അല്ല നിങ്ങൾ വിചാരിച്ച് ഇത്ര നാളും വെച്ചല്ല എന്ന് പറയുക. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നിടം വരെ താങ്ക് യു.